നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംരക്ഷിക്കാൻ കുടുംബമില്ലാതെ UAE-യിലെ ആശുപത്രികളിൽ കഴിയുന്ന ഇന്ത്യക്കാരായ 2 പേർക്ക് പരിചരണമൊരുക്കുന്നതിനെ കുറിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഓഫീസിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീനുമായി കോൺസിൽ ശ്രീ പവിത്ര മജുംദാർ ചർച്ച നടത്തി. ആൽഫ ആശിഷ് കെയർ ഹോമിലേക്ക് കോൺസുലേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം 4 പേരെ നേരത്തെ ആൽഫ സ്വീകരിച്ചിരുന്നു. ആൽഫ തിരുവല്ല സെന്റർ അവലോകന യോഗം ഇന്നലെ സെന്ററിൽ നടന്നു. സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ പുതിയ പ്രവർത്തകർ സന്നിഹിതരായിരുന്ന സദസ്സിൽ പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി ക്ലാസ് എടുത്തു. ആൽഫയുടെ ഉത്ഭവത്തെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ വിശദീകരിച്ചു. ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗം ചന്ദ്രമോഹൻ നായർ കുട്ടനാട് സെന്റർ ഉണ്ടാകുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ കൂട്ടായ്മകൾ വഴി സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ സമ്മാനർഹയായ അമ്മിണിയമ്മയ്ക്ക് മുനിസിപ്പൽ കൗൺസിലർമാരായ സെലിൻ, ഫിലിപ്പ്, ലാലി ജോൺ എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറി. സമ്മാനർഹനായ അഭിജിത്ത് ചിമിയുടെ തുക സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തിരികെ നൽകി മാതൃകയായി. സെക്രട്ടറി പ്രകാശ് ആമുഖ പ്രഭാഷണം നടത്തി. സെൻട്രൽ കൗൺസിൽ മെമ്പർ ദീപ്തി നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് ട്രഷറർ വിജയമോഹൻ, സാറാമ്മ വർഗീസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസ, AP വർക്കി, ബിന്ദു പ്രകാശ്, സ്റ്റാഫ് അംഗങ്ങളായ പ്രിയങ്ക, ശ്രുതി, ജൂഡി, ശ്രീലക്ഷ്മി, ആര്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് രാജൻ, ഫിലിപ്പ്, ഷംസുദ്ദീൻ, കൃഷ്ണകുമാർ, രാജു തോമസ് എന്നിവരെ പുതിയ അംഗങ്ങളായി തെരഞ്ഞെടുത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ 2ാം വർഷ MSW വിദ്യാർത്ഥിനികളായ സ്നേഹ സന്തോഷ്, അലീന സൈമൺ, ഏഞ്ചൽ മേരി റോസ്, ഗൗരി നന്ദനൻ എന്നിവർ ആൽഫയുടെ ചാലക്കുടി, തൃശൂർ സെന്ററുകളിലായി 10 ദിവസത്തെ ഇന്റേൺഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾ പ്രസന്റേഷൻ നടത്തുകയും സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുകയും ചെയ്തു. SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.